എല്ലാ പ്രേക്ഷകർക്കും നമസ്തേ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്നുള്ളതാണ്. ആദ്യ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്പർ സിസ്റ്റത്തിൻ്റെ ആദ്യ പാർട്ടിൽ പറഞ്ഞിരുന്നു, നമ്മളൊരു നമ്പർ കാണുമ്പോൾ എങ്ങനെ അതിനെ തല്ലിപ്പൊട്ടിക്കണമെന്ന്, ചുറ്റിക വെച്ച് തല്ലിപ്പൊട്ടിക്കണമെന്ന് പറഞ്ഞു. തല്ലിപ്പൊട്ടിച്ച് അതിനെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതിനെക്കുറിച്ചൊരു ഐഡിയ വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിവിസിബിലിറ്റി റൂൾ അറിയണം. എങ്കിൽ മാത്രമേ നമുക്ക് തല്ലിപ്പൊട്ടിക്കാൻ ഒരു കോൺഫിഡൻസ് വരുള്ളൂ. പഴയ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കും, എൻ്റെ ഫാദർ ഒരു കർഷകനായിരുന്നു. 2 ഏക്കർ കണ്ടത്തിൻ്റെ വരമ്പ് 1 കിലോമീറ്റർ നീളത്തോളം ഉണ്ട്. സത്യം പറഞ്ഞാൽ പ്രായോഗിക വശത്തിൽ അങ്ങേ കിഴക്ക് വശവും പടിഞ്ഞാറുമായിട്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ലോറിയെ കൊണ്ടുവരുന്ന കല്ലുകൾ ലോറിക്കാർ ഇറക്കി നമ്മുടെ കണ്ടത്തിൻ്റെ വരമ്പത്തിൻ്റെ സൈഡിൽ ഇട്ടേച്ച് അവർ പോകും. മേശിരിമാർ വന്ന് കല്ല് കെട്ടാവുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ കല്ല് കൂടമടിക്കുക എന്ന് പറയും. കൂടമടിക്കുന്ന സമയത്ത് ആളുടെ കിട്ടിയില്ലെങ്കിൽ ഫാദർ തന്നെത്താനെ ആ കൂടമെടുത്ത് കല്ല് അടിച്ചു കൊടുക്കുമായിരുന്നു. അതായത് എത്രയും വലിയ കല്ലുകളും നമ്മൾ വിചാരിക്കും ഈ കല്ല് എങ്ങനെയാണ് തല്ലി പൊട്ടിക്കാൻ പറ്റുന്നത്. പക്ഷേ അദ്ദേഹം ഒരു പ്രത്യേക ആംഗിളിൽ ആ കല്ല് വെച്ച ശേഷം കൂടം വെച്ച് അടിച്ച് ഈസി ആയിട്ട് തല്ലി പൊട്ടിക്കുന്ന സീൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു പരിധിവരെ ഞാനും അത് കല്ല് ബ്രേക്ക് ചെയ്യാൻ പഠിച്ചിട്ടുമുണ്ട്. അതിന് നമ്മളൊരു നമ്പർ കാണുമ്പോൾ അതിനെ എങ്ങനെയാണ് തല്ലി പൊട്ടിക്കാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെ കാര്യമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യം ഡിവിസിബിലിറ്റി റൂൾ പറയുന്നു. ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുമ്പോൾ ഒരു നമ്പർ നമുക്ക് കാണുമ്പോൾ അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? 3, 4, 5, 6, 7, 8, 9, 10, 11 വരെയുള്ള എണ്ണൽ സംഖ്യകൾ വെച്ച് ഡിവൈഡ് ചെയ്യുന്ന ഡിവിസിബിലിറ്റി റൂളാണ് പറയുന്നത്. ഈ വർഷം 2025. ഈ 2025 എന്ന് പറയുമ്പം യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് 5 എന്ന് പറയുമ്പോൾ ഈ വർഷത്തിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയില്ല. എന്നാൽ കഴിഞ്ഞ വർഷം 2024 യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് 4, അന്നേരം അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അടുത്ത കൊല്ലം 2026 അവിടെ യൂണിറ്റ് പ്ലേസ് ഡിജിറ്റിലെ ഡിജിറ്റ് 6, അന്നേരം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അന്നേരം ഈ വർഷം 2025 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയില്ല. അത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് 0, 2, 4, 6, 8 ആയിരിക്കണം. ഈ ഡിജിറ്റ്സ് വരുമ്പോൾ യൂണിറ്റ് പ്ലേസിൽ ആ ഡിജിറ്റ് വന്നാൽ അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അത് 2024 ഡിവൈഡ് ചെയ്യാം, 2026 ഡിവൈഡ് ചെയ്യാൻ പറ്റും. എന്നാൽ 2025 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയില്ല. അടുത്തത് അങ്ങനെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് നിങ്ങളുടെ 10 ഡിജിറ്റ് മൊബൈൽ നമ്പർ ഒന്ന് ചിന്തിച്ച്, ആ 10 ഡിജിറ്റ് മൊബൈൽ നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് 02468 ആണെങ്കിൽ അത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 ഒരു ഘടകമാണെന്ന് പറയും, അല്ലെങ്കിൽ 2 is a ഫാക്ടർ എന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ 2ൻ്റെ മൾട്ടിപ്പിൾ ആണെന്നും പറയും. അങ്ങനെയൊക്കെ പറയാം കേട്ടോ. അതിനുശേഷം ഇനി അടുത്തത് 3ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ. 2025 ഏതൊക്കെ ഡിജിറ്റ്സുകൾ ചേർന്ന 2, 0, 2, 5 എന്ന് പറയുമ്പോൾ സം ഓഫ് ഡിജിറ്റ്സ് എത്ര വരുമെന്ന് ചോദിച്ചാൽ 2 + 0 + 2 + 5 എന്ന് പറയുമ്പോൾ ആ ഡിജിറ്റിൻ്റെ എല്ലാം കൂടെ സം കൂട്ടുമ്പോൾ 9 എന്ന് വരും. 9 എന്ന് വരുന്നത് കൊണ്ട് ഈ വർഷത്തിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് വർക്കിംഗ് റൂൾ. അത് 2025 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. 2026 അടുത്ത കൊല്ലം വരുമ്പോൾ 10 സം ഓഫ് ഡിജിറ്റ് പറ്റുകയില്ല. 2024 വരുമ്പോൾ സം ഓഫ് ഡിജിറ്റ് 8 നടക്കുകയില്ല. അതിൽ 2025 എന്ന് പറഞ്ഞ എണ്ണൽ സംഖ്യ നമുക്ക് 3 വെച്ച് തല്ലിപ്പൊട്ടിക്കാൻ പറ്റും. സോ ഇഫ് സം ഓഫ് ഡിജിറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 3, ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 3. അടുത്തത് 4 വെച്ച് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റും 10th പ്ലേസിലെ ഡിജിറ്റും ആകുന്ന ആ 2 അക്ക സംഖ്യ 4 വെച്ച് ഡിവൈഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2025 എന്ന് പറയുന്നത് 4ൻ്റെ ഗുണിതമല്ല. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയില്ല. എന്നാൽ കഴിഞ്ഞ വർഷം 2024 അതിനെ 2, 4 അവസാന യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റും 10th പ്ലേസിലെ ഡിജിറ്റും കൂടെ ചേരുന്ന ആ 2 അക്ക സംഖ്യ 24, അത് 4ൻ്റെ മൾട്ടിപ്പിളാണ്. അതുകൊണ്ട് 2024 നമുക്ക് 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. സോ 2024 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. 2026 നടക്കത്തില്ല. അതായത് 2024 കഴിഞ്ഞാൽ പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 2028 ഉള്ളൂ. 2028 കഴിഞ്ഞാൽ പിന്നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് 2032 ഉള്ളൂ. അങ്ങനെ നമ്മളത് പ്രായോഗിക വശത്തിൽ വിലയിരുത്തുക. നിങ്ങളുടെ 10 ഡിജിറ്റ് മൊബൈൽ നമ്പറിനെ ഇതേപോലെ 4 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്നൊന്ന് ആലോചിച്ച് നോക്കി. 10 അവസാനത്തെ 2 അക്ക സംഖ്യ
4ൻ്റെ ഗുണിതങ്ങളായിട്ട് വരണം, അല്ലെ മൾട്ടിപ്പിളായിട്ട് വരണം. അതായത് ഈ വർഷമാകുന്ന 2025 തല്ലിപ്പൊട്ടിക്കുമ്പോൾ അതിനകത്ത് 4 പറഞ്ഞ സംഖ്യ കയറി വരത്തില്ല. സോ 2024 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 4. 2028 ഓൾസോ എ മൾട്ടിപ്പിൾ ഓഫ് 4. അതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് 4ൻ്റെ പ്രത്യേകത എന്ന് പറയാം. അടുത്തത് 5. ഒരു എണ്ണൽ സംഖ്യ 5 വെച്ച് ഡിവൈഡ് ചെയ്യണമെങ്കിൽ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് 0 or 5 ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ 2025 5 വെച്ച് ഡിവൈഡ് ചെയ്യാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. 2025 കഴിഞ്ഞാൽ പിന്നെ ഇനി 2030 വരണം 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ. പിന്നെ അല്ലേ 2035 വരണം 5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ. അതാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിലുള്ള വർക്കിംഗ് റൂൾ. അടുത്തത് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരേ സമയം അത് 2 കൊണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സംഖ്യയെ നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരേ സമയം 2 കൊണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഈ വർഷത്തിന് 2025 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഓട്ടോമാറ്റിക്കലി 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയില്ല. എന്നാൽ 2024 നോക്കുമ്പോൾ 2024 സം ഓഫ് ഡിജിറ്റ് 8. സോ അത് നടക്കില്ല. 2024 വരുമ്പോൾ സം ഓഫ് ഡിജിറ്റ് 8 അന്നേരം അതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയില്ല എന്നുള്ളതാണ് അതിനകത്തെ കാര്യം. 2024 ഓക്കെ, സം ഓഫ് ഡിജിറ്റ് 8 ഇവിടെ വരുന്നത്. അതിൽ അത് നടക്കുകയില്ല. 2025 വരുമ്പോൾ സം ഓഫ് ഡിജിറ്റ് 9. അത് 2025 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും, പക്ഷെങ്കിൽ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയില്ല. അതുകൊണ്ട് 6 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയില്ല. അടുത്ത 2026 വരുമ്പോൾ സം ഓഫ് ഡിജിറ്റ് 10. 3 കൊണ്ട് ഹരിക്കാൻ പറ്റത്തില്ല, പക്ഷേ 2 കൊണ്ട് ഹരിക്കാം. അതുകൊണ്ട് 6 കൊണ്ട് ഹരിക്കാൻ പറ്റുകയില്ല. ആ 2027 ഞാൻ പറഞ്ഞിരുന്നു, അത് പ്യൂർലി ഒരു പ്രൈം നമ്പറാണ്. 2028 വരുമ്പോൾ 2028 വരുമ്പോൾ സം ഓഫ് ഡിജിറ്റ് 8 4 12. 8 4 12 2 അധികം 0 2 8 എല്ലാം കൂടെ കൂട്ടുമ്പോൾ 12 വരും. അന്നേരം സം ഓഫ് ഡിജിറ്റ് 12 അന്ന് പറയുമ്പോൾ 3ൻ്റെ മൾട്ടിപ്പിൾ ഒരേ സമയം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അത് 2028 എന്ന് പറയുന്നത് 6ൻ്റെ മൾട്ടിപ്പിൾ ആണ്. അതാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയും. ഇനി അടുത്തത് 7ൻ്റെ വർക്കിംഗ് റൂൾ പറയാം. 7 ഒരു വർക്കിംഗ് റൂളാണ്. പ്രാക്ടിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ അല്ല, തിയറി അവിടെ പറയുന്നില്ല, പ്രാക്ടിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂ പറയുന്നു. അതാണ് ഏറ്റവും നല്ലതായ ഉദാഹരണം. ഈ 7ൻ്റെ ഗുണിതങ്ങളെല്ലാം പരിശോധിച്ച് നോക്കിയാൽ 7ൻ്റെ ഗുണിതങ്ങൾ 14 ഉണ്ട്, 21 ഉണ്ട്, 28 ഉണ്ട്, 35 ഉണ്ട്. ഒരു 35 എടുത്തുകൊണ്ട് പറയാം. 35നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 35-നകത്തെ യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ് 5. അതിൻ്റെ ഡബിൾ എടുക്കണം. ഡബിൾ എന്ന് പറഞ്ഞാൽ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. 5 × 2 10. 10ൽ നിന്ന് ആ 3 കുറയ്ക്കുന്നു. ആ 10th പ്ലേസിലെ ഡിജിറ്റ് നമ്പർ 10 - 3 7. അത് 7 കൊണ്ട് ഹരിക്കാം. അതാണ് 35. ഇപ്പോൾ 42 യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് 2. അതിൻ്റെ ഡബിൾ 4. 4 - 4 0. അത് 7 വെച്ച് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ 63 യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ് 3. അതിൻ്റെ ഡബിൾ 6. അതിൻ്റെ ഡബിൾ 6. 6 - 6 റിമൈനിങ് ഡിജിറ്റിൽ നിന്ന് സബ്ട്രാക്ഷൻ നടത്തിയാൽ 6 - 6 0. 7 വെച്ച് ഡിവൈഡ് ചെയ്യാം എന്നാണ്. നമുക്കിനി ഒരു ഉദാഹരണം നോക്കാം. 2025 7ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കാൻ എങ്ങനെ പറ്റും? 2025 യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ് 5. അതിൻ്റെ ഡബിൾ 10. ബാക്കിയുള്ള റിമൈനിങ് നമ്പർ എന്ന് പറഞ്ഞാൽ 202. 202 നിന്ന് 10 കുറയ്ക്കുന്നു. 202 നിന്ന് 10 കുറയ്ക്കുമ്പോൾ 192 എന്ന് വരും. 202 നിന്ന് 10 കുറച്ചപ്പോൾ 192 എന്ന് വരും. ആ 192 യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് 2. അതിൻ്റെ ഡബിൾ 4. 19 നിന്ന് 4 കുറയ്ക്കുന്നു, 15 എന്നാണ് വരുന്നത്. 15 7ൻ്റെ മൾട്ടിപ്പിൾ അല്ല. അതുകൊണ്ട് 2025 7 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുക. 2023 ഞാൻ പറയും. 2023 വർഷത്തെ ഒന്ന് അനലൈസ് ചെയ്തുകൊണ്ട് പറയാം. 2023 യൂണിറ്റ് പ്ലേസ് ഡിജിറ്റ് 3. അതിൻ്റെ ഡബിൾ 6. റിമൈനിങ് 3 ഡിജിറ്റ് നമ്പർ 202. 202 നിന്ന് 6 കുറയ്ക്കുന്നു, 196 എന്ന് വരും. 196-ൽ 6ൻ്റെ ഡബിൾ 12. റിമൈനിങ് 2 ഡിജിറ്റ് നമ്പർ 19. 19 നിന്ന് 12 കുറയ്ക്കുന്നു, 7 എന്ന് വരും. അതായത് 2023 നമുക്ക് 7 വെച്ച് ഡിവൈഡ് ചെയ്യാം. അതാണ് ഈ
പ്രായോഗിക വശം 7ൻ്റെ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയും. അതിന് ഒരു 4 അക്ക സംഖ്യ വരെയൊക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് വേണേൽ പറയാം കേട്ടോ. ഇപ്പം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒരു 10 ഡിജിറ്റ് നമ്പറാണ്, പ്രായോഗിക വശത്തിൽ അത് 7 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സമയം കൂടുതൽ എടുക്കും, കുറച്ച് സമയം എടുക്കും. അതിന് അപ് ടു എ 4 ഡിജിറ്റ് ഓക്കെ, അതാണ് വർക്കിംഗ് റൂൾ എന്ന് പറയും. 2007 വെച്ച് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവസാനത്തെ 3 അക്ക സംഖ്യ 8ൻ്റെ മൾട്ടിപ്പിളായിട്ട് വരണം. 2024 എന്ന് പറയുമ്പോൾ 024 24 8ൻ്റെ മൾട്ടിപ്പിളാണ്. അത് 2024 എന്ന് പറയുന്നത് 8ൻ്റെ മൾട്ടിപ്പിളായി 2024 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 8 ഈ 8ൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്നതാണത്. അങ്ങനെ വരും. അല്ലെങ്കിൽ 8 ഒരു ഫാക്ടറാണെന്ന് പറയും കേട്ടോ. 8 ഒരു ഫാക്ടറാണ് 2024. അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഒരു 10 അക്ക സംഖ്യയാണെന്ന് വിചാരിക്കുക. അവസാനത്തെ 3 അക്ക സംഖ്യയെ 8 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് നമുക്ക് പറയാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇനി 9 വെച്ച് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് വർക്കിംഗ് റൂൾ. 2025 സം ഓഫ് ഡിജിറ്റ് 9. അതിൽ ഈ വർഷം 2025 എന്ന് പറയുന്നത് 9 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഇഫ് സം ഓഫ് ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 9 ഇറ്റ് ഈസ് ദാറ്റ് ഈസ് ദ വർക്കിംഗ് റൂൾ ഫോർ ഡിവിസിബിലിറ്റി റൂൾ ഫോർ 9. സോ 2025 നമുക്ക് 9 വെച്ച് ഡിവൈഡ് ചെയ്യാം. 10 വെച്ച് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂണിപ്ലേസ് ഡിജിറ്റ് 0 വരണം. അത് 2020 10 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇനി വരുന്നത് 2030 മാത്രമേ ഉള്ളൂ. 11 വെച്ച് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഡ് പ്ലേസിലെ ഡിജിറ്റിൻ്റെ സമ്മും ഈവൻ പ്ലേസിലെ ഡിജിറ്റിൻ്റെ സമ്മും സെപ്പറേറ്റ് കണ്ടിട്ട് അവയുടെ ഡിഫറൻസ് 0യോ അല്ലെ 11ൻ്റെ മൾട്ടിപ്പിളോ ആയിട്ട് വന്നാൽ അത് 11 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഉദാഹരണം പറഞ്ഞാൽ 11 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 121. 121 ഒന്നാമത്തെ പ്ലേസിൽ യൂണിപ്ലേസ് ഡിജിറ്റ് 100th പ്ലേസ് ഡിജിറ്റ് 1. അല്ലെങ്കിൽ 121 3 പേര് നിരന്നിരിക്കുന്നു. ആദ്യത്തെ ആൾ 1, രണ്ടാമത്തെ ആൾ 2, മൂന്നാമത്തെ ആൾ 1. ആ ഓഡ് പ്ലേസിലെ ഡിജിറ്റ് തമ്മിൽ കൂട്ടുന്നു. 1 + 1 2. അന്നേരം ഓഡ് പ്ലേസിലെ ഡിജിറ്റ് 2, സമ്മ് 2, ഈവൻ പ്ലേസിലെ ഡിജിറ്റ് 2. ഇവ തമ്മിലുള്ള ഡിഫറൻസ് 0. അതിന് 121 11 വെച്ച് ഡിവൈഡ് ചെയ്യാം. 121 11 വെച്ച് ഡിവൈഡ് ചെയ്യാം. 2025 11 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ 2025 എന്ന് പറയുമ്പോൾ ഓഡ് പ്ലേസിലെ ഡിജിറ്റിൻ്റെ സമ്മ് 4, ഈവൻ പ്ലേസിലെ ഡിജിറ്റിൻ്റെ സമ്മ് 0 + 5 ഡിഫറൻസ് 1 വരുന്നത്. അത് 2025 നമുക്ക് ഈ പറഞ്ഞ പോണക്ക് 11ൻ്റെ മൾട്ടിപ്പിൾ അല്ല. എന്നാൽ 2024 വരുമ്പോൾ 2024 കഴിഞ്ഞ വർഷം 2024 എടുത്താൽ ഓഡ് പ്ലേസിലെ ഡിജിറ്റിൻ്റെ സമ്മ് 2 + 2 4, ഈവൻ പ്ലേസിലെ ഡിജിറ്റിൻ്റെ സമ്മ് 0 + 4. അന്നേരം ഈ ഓഡ് പ്ലേസിലെ ഡിജിറ്റിൻ്റെ സമ്മ് 4, ഈവൻ പ്ലേസിലെ ഡിജിറ്റിൻ്റെ സമ്മ് 4, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് 0 ആയി. അതുകൊണ്ട് 2024 നമുക്ക് 11 വെച്ച് ഡിവൈഡ് ചെയ്യാം. അതാണ് വർക്കിംഗ് റൂൾ എന്ന് പറയും. അതിൽ ഈ ഡിവിസിബിലിറ്റി റൂൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, അത് മനസ്സിലാക്കിയിരിക്കുക. അതായത് നമ്മളൊരു എണ്ണൽ സംഖ്യയെ പ്രൈം ഫാക്ടറൈസ് ചെയ്തേ പറ്റുള്ളൂ, അതതിൻ്റെ പ്രത്യേകത. എങ്കിൽ മാത്രമേ നമുക്ക് ആ നമ്പറിനെ കുറിച്ചൊരു ധാരണ വരത്തുള്ളൂ. സോ ദീസ് ആർ ദ ഡിവിസിബിലിറ്റി റൂൾ എന്ന് പറയുന്നത്. 1 മിനിറ്റ് കൊണ്ട് ഇത്രയും പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓടിച്ചെന്ന് പറയുന്നു. അതിൽ ഒരു നമ്പറിൻ്റെ 2 വെച്ച് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 0 2 4 6 8 ആയിരിക്കണം. ഒരു നമ്പറിന് 3 വെച്ച് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സം ഓഫ് ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 3 ആയിരിക്കണം. ഒരു നമ്പറിൻ്റെ 4 വെച്ച് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവസാനത്തെ 2 ഡിജിറ്റ് നമ്പർ അല്ലെങ്കിൽ 10th പ്ലേസിലെ യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റ് ആകുന്ന ആ 2 ഡിജിറ്റ് നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 4 ആയിരിക്കണം. 5 വെച്ച് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 0/5 ആയിരിക്കണം. 6 വെച്ച് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഒരേ സമയം 2 വെച്ച് 3 കൊണ്ട് ഹരിക്കാൻ പറ്റണം. 7 കൊണ്ടുള്ളതിൻ്റെ വർക്കിംഗ് റൂൾ പറഞ്ഞു. യൂണിറ്റ് പ്ലേസിലെ ഡിജിറ്റിൻ്റെ ഡബിൾ എടുക്കുക, റിമൈനിങ് നമ്പറിൽ നിന്ന് സബ്ട്രാക്ഷൻ നടത്തുക. അത് 7ൻ്റെ മൾട്ടിപ്പിളായിട്ട് 0യോ അല്ലെ മൾട്ടിപ്പിളായിട്ടോ വന്നാൽ അത് 7 വെച്ച് ഡിവൈഡ് ചെയ്യാം. 8 വെച്ച് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവസാനത്തെ 3 അക്ക സംഖ്യ 8 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റണം. 9 വെച്ച് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സം ഓഫ് ഡിജിറ്റ് മൾട്ടിപ്പിൾ ഓഫ് 9 ആയിരിക്കണം. 10 വെച്ച് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 0 വരണം. 11 വെച്ച് ഡിവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓഡ് പ്ലേസിലെ ഡിജിറ്റിൻ്റെ സമ്മും ഈവൻ പ്ലേസിലെ ഡിജിറ്റിൻ്റെ സമ്മും ഇവരുടെ ഡിഫറൻസ് ഇവരുടെ സമ്മ് സെപ്പറേറ്റ് കണ്ടിട്ടും ഡിഫറൻസ് 0 ആണെങ്കിൽ അല്ലെ 0യോ 11ൻ്റെ ഗുണിതമായിട്ടോ വന്നാൽ അവയെ ഡിവൈഡ് ചെയ്യാം.
അല്ലെങ്കിൽ 11ൻ്റെ മൾട്ടിപ്പിളാണ്. ഈ വർക്കിംഗ് റൂൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കിയിരിക്കുക. ഈ പറഞ്ഞത് പ്രാക്ടിക്കലി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.